നമസ്കാരം മക്കളെ. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തിരക്കഥ എഴുതാനുള്ള ചോദ്യം. അതായത് ഒരു കഥാഭാഗം തന്ന് ആ കഥാഭാഗത്തിൽ ചെറിയൊരു രംഗം നമ്മളോട് എഴുതാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെ എഴുതാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളതാണ് സിനിമക്കകത്ത് ഉപയോഗിക്കുന്ന ഷോട്ടുകളെ പരിചയപ്പെടുത്തൽ. അപ്പൊ ഷോട്ടുകൾ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, തിരക്കഥ സീനുകളായിട്ടാണ് നമ്മൾ എഴുതുന്നത്. നാടകം രംഗങ്ങളായി എഴുതുന്നത് പോലെ തിരക്കഥ സീനുകളായി എഴുതുന്നു. അങ്ങനെ സീനുകളായി എഴുതുന്ന സമയത്ത് ഒരു സമയത്തുള്ള കാര്യമാണ് നമ്മൾ സീനിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ആ സമയത്തുള്ള കാര്യങ്ങൾ സീനിൽ ഉൾപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാണ് ആ സീനിൽ ആവശ്യമായ സാധനങ്ങൾ, അതേപോലെ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, അവർ ധരിച്ചിരിക്കുന്ന വേഷം എന്താണ്, അങ്ങനെ മുഴുവൻ ഡീറ്റെയിലിംഗ് എന്ത് ചെയ്യുന്നു സീനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അവർ പറയുന്ന സംഭാഷണം ഉണ്ടെങ്കിൽ സംഭാഷണം എന്ത് ചെയ്യുന്നു ഉൾപ്പെടുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമയത്ത് പ്രധാനമാണ് ക്യാമറ ഏത് ഷോട്ടാണ് ആ ആളിലെ അല്ലെങ്കിൽ ആ വസ്തുക്കൾ എടുക്കേണ്ടതില്ല. ആ ഷോട്ടുകളുടെ പേരുകളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിലൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ മക്കളെ, പ്രധാനമായിട്ടുള്ള ഷോട്ടുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 4 ഷോട്ടുകളുടെ പേരും പ്രത്യേകത എഴുതുക. പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പോ ഏതെങ്കിലും ഒരു 4 ഷോട്ടുകളെ കുറിച്ച് എന്ത് ചെയ്യുക, പറഞ്ഞു വെക്കുക. ഒന്ന് വൈഡ് ഷോട്ടാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വൈഡ് ഷോട്ടാണ്. കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ചിത്രീകരിക്കാം, കഥാപാത്രത്തെയും ചിത്രീകരിക്കാം. അതിനു വേണ്ടിയാണ് വൈഡ് ഷോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഥാപാത്രവും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവണമെങ്കിൽ വൈഡ് ഷോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്തത് ഫുൾ ഷോട്ടാണ്. സിനിമയിൽ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കുന്നത് ഫുൾ ഷോട്ട് ഉപയോഗിക്കുന്നത്. അതായത് കഥാപാത്രങ്ങളുടെ നേരെ നമ്മളുള്ള ആ നേരെയുള്ള രൂപം കാണിക്കാൻ വേണ്ടി ഏത് ഷോട്ടാണ്? ഫുൾ ഷോട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി പകുതിയിൽ നിന്ന് അങ്ങോട്ട് ഈ ഭാഗം മുതൽ അങ്ങോട്ടേക്ക് അല്ലെ, പകുതി മുതൽ അങ്ങോട്ടേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഏതാടാ? മിഡിൽ ഷോട്ടാണ് ഉപയോഗിക്കുന്നത്. കഥാപാത്രങ്ങളുടെ ശരീരഭാഷ കൃത്യമായി കാണിക്കാൻ വളരെ ദൂരെയല്ലാത്ത എന്നാൽ വളരെ അടുത്തുമല്ലാത്തതായി ചിത്രീകരിക്കുന്ന ദൃശ്യമാണ് മിഡിൽ ഷോട്ടിലേക്ക്. എന്നാൽ നമുക്ക് ഒരു കഥാപാത്രത്തിന് ഏറ്റവും അടുത്തുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസപ്പ് ഷോട്ടാണ്. കഥാപാത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസപ്പ് ഷോട്ടാണ്. എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ഹൈ ആംഗിൾ ഷോട്ട് എന്ന് പറയാം, മുകളിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുന്ന ഷോട്ടുകളാണ് ഹൈ ആംഗിൾ ഷോട്ട്. അതേപോലെ ഒരു ദൃശ്യം എന്ത് ചെയ്യുന്നു, ഒരു ദൃശ്യം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫെയ്ഡ് ഔട്ട് ഷോട്ട് എന്ന് പറയുന്നത്. ഒരു ദൃശ്യം അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോട്ടാണ് ഫെയ്ഡ് ഔട്ട് ഷോട്ട്. അപ്പൊ ഏതൊക്കെ ഷോട്ടുകളായിരുന്നു? ഒന്നുകൂടി പറയാം. വൈഡ് ഷോട്ട് പൂർണ്ണമായും ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി, അടുത്ത ഫുൾ ഷോട്ട് നമ്മുടെ കഥാപാത്രത്തെ പൂർണ്ണമായി കിട്ടാൻ വേണ്ടി, അടുത്തത് മിഡിൽ ഷോട്ട് ശാരീരിക ചലനങ്ങൾ പൂർണ്ണമായി കിട്ടാൻ വേണ്ടി, ക്ലോസപ്പ് ഷോട്ട് ഏറ്റവും അടുത്തുള്ള ദൃശ്യം കിട്ടാൻ വേണ്ടി, ആംഗിൾ ഷോട്ട് എന്ന് പറയാൻ മുകളിൽ നിന്ന് താഴേക്കുള്ള ഷോട്ടുകൾ, ഫെയ്ഡ് ഔട്ട് ദൃശ്യം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ ഷോർട്ട് ഫിലിം അവസാനിപ്പിക്കുന്ന സമയത്താണ് ഫെയ്ഡ് ഔട്ട് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ ഈ ഷോട്ടുകൾ എന്ത് ചെയ്യുക? ഷോട്ടുകൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഷോട്ട് എന്ത് ചെയ്യണം? താഴെ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.